അപ്പോൾ ഇതിൽ കോച്ച് ഇന്നലെ പറഞ്ഞത് ഞങ്ങളുടെ വേൾഡ് കപ്പിലെ ഏറ്റവും കംപ്ലീറ്റ് പെർഫോമൻസ് വന്നത് ഈ കളിയിലാണ് എന്നൊക്കെയാണ്. അത് ശരിയാണ്, അവസാനത്തിലാണ് ആ ഗോൾ വഴങ്ങിക്കൊണ്ട് തോൽക്കുന്നതും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പെയിനിനെ പോലൊരു ടീം ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു ഗോളും വഴങ്ങിയിട്ടില്ല. അവർക്കെതിരെ ഗോളടിക്കാൻ 41 വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാത്രം ആശ്രയിച്ചാൽ അത് നടക്കുന്ന കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ്. അതായത് ഈ ഒരു താരത്തെ അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കുക, ഉള്ള കാര്യം തുറന്നു പറയാലോ, അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കോച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അനിവാര്യമായ കോച്ച് അല്ലെങ്കിൽ മാനേജർ ട്രെയിനർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു റോബർട്ടോ മാർട്ടിനസ് ഒരു ഫാൻ എന്താ പറയുക, ക്രിസ്ത്യാനോയുടെ ഫാൻ ബോയ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നതാണ് പല ആക്ച്വലി എന്താ പറയുക നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ ഒരു മൊത്തത്തിൽ 5 മത്സരങ്ങൾ കളിച്ചു. ഈ 5 മത്സരങ്ങളിലെ ക്രൊയേഷ്യക്കുള്ള ഒരു മത്സരത്തിൽ മാത്രമാണ് 10 മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനോ. അപ്പോഴും അദ്ദേഹം ഹാപ്പി അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനോ. ഈ മത്സരത്തില് ഇപ്പൊ ഞാൻ വിചാരിച്ചു സർപ്രൈസ് ഇൻക്ലൂഷൻ രീതിയിൽ ഇപ്പോൾ ലൈനപ്പിൽ ഇപ്പൊ തുടക്കം മാറ്റം ഉണ്ടാവോ, കോൺസലാമസ് തുടക്കത്തിൽ ഇറക്കാവോ, ക്രിസ്ത്യാനോ ഒഴിവാക്കാൻ പറ്റും, ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഇറക്കുവോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് ഗോൾ അടിക്കാതിരുന്നപ്പോ സെക്കൻഡ് ഹാഫിലെങ്കിലും തുടക്കത്തിൽ ഇറക്കുമെന്നൊക്കെ വിചാരിച്ചു. എന്തിനാണ് അങ്ങനെ? ആക്ച്വലി എന്താ പറയുക, നമുക്ക് വിചാരിക്കുന്നു ഇപ്പൊ റോബർട്ടോ മാർട്ടിനസ് പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഇപ്പോൾ ടീമിന്റെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർ എങ്ങനെ മാറ്റി നിർത്തും, എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് അംഗീകരിക്കാം. ഇപ്പോൾ ക്രിസ്ത്യാനോ എന്ന് പറയുന്നത് ഒരു 35 വയസ്സിലാണെന്നുണ്ടെങ്കിൽ 35 വയസ്സിലും ക്രിസ്ത്യാനോ നല്ല ഫിസിക്കലി നല്ല ഷേപ്പിലുണ്ടായിരുന്ന ആളാണ്, നല്ല കളിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ സമയത്തിലാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. കാരണം ക്രിസ്ത്യാനോ എന്ന് പറയുന്നത് നല്ല ഷേപ്പിലാണ്, നല്ല ഫിസിക്കാലിറ്റി ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഈ ഒരു എല്ലാവർക്കും വളരെ പകൽ പോലെ വ്യക്തമായ സംഭവമാണ്. ക്രിസ്ത്യാനോയുടെ മൂവ്മെന്റ് വളരെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിട്ട് എത്രത്തോളം കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു പോച്ചർ എന്നുള്ള റോളിൽ മാത്രം, ബോക്സിൽ മാത്രം നിന്നിട്ടുള്ള കളി മാത്രമാണ് ഇപ്പൊ നിലവിൽ പറ്റുന്നത്. പക്ഷെ ഇങ്ങനെ ഇരിക്കെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫിസിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേറെ റീപ്ലേസ്മെന്റ് ഉണ്ടായിരിക്കെ എന്തിനാണ് ക്രിസ്ത്യാനോ ഇങ്ങനെ ഫുൾ സമയം ഇങ്ങനെ കളിപ്പിക്കുന്നത് എന്നുള്ള അതാണ് അതിലെ ചോദ്യം. അത് മാത്രമല്ല, കഴിഞ്ഞ കളി ഗോൾ അടിച്ച ഒരാളായിട്ട് പോലും അയാൾ ഇറക്കുന്നില്ല. അയാൾക്ക് 4 ഗോളുകൾ നോക്കൗട്ടിലുണ്ട്. ക്രിസ്ത്യാനോക്ക് ഒറ്റ ഗോളാണ്, അത് കഴിഞ്ഞ പെനാൽറ്റിയിലൂടെ കിട്ടിയതുമാണെന്നുള്ള. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് പോർച്ചുഗലിൻ്റെ ഈ ഒരു പുറത്താവലിനുള്ള പ്രധാന കാരണം എന്ന് തന്നെ പറയേണ്ടി വരും.